ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വന്നത് ഇപ്പോൾ ഡിഗ്രീൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പല കുട്ടികളും പല കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്നു. പലരും ഡിഗ്രിക്ക് പോകാതെ പല ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യുന്നു. ചെറിയ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടെങ്കിൽ അതിന് പോകാമെന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലരും അഡ്വൈസ് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. എന്താണ് ഡിഗ്രിക്ക് പോകണോ, അല്ലെങ്കിൽ ഈ ഡിപ്ലോമ കോഴ്സിന് പോയാലും മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിൽ എനിക്ക് പ്രത്യേകിച്ചും രക്ഷിതാക്കളോടും ഈ പറയുന്ന അഡ്മിഷൻ എടുക്കുന്ന എൻ്റെ അനുജന്മാരോടും അനിയത്തിമാരോടൊക്കെ പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് പോയിട്ട് ഡിഗ്രിക്ക് ഒരു സീറ്റ് ഉറപ്പിക്കുക. എത്രയും പെട്ടെന്ന് ഡിഗ്രി ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിഗ്രി 4 വർഷമല്ല, അത് 3 വർഷം തന്നെയാണ്. അതിനകത്ത് N-1 എന്ന് പറഞ്ഞിട്ട് 2.5 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഇതാണ് ഡിഗ്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. FIUGP നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ 4 വർഷം പഠിക്കണമെങ്കിൽ 75% മാർക്ക് 3-ാമത്തെ വർഷം നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് 4-ാമത്തെ വർഷം പഠിക്കാനുള്ള എലിജിബിലിറ്റി തന്നെയുള്ളൂ. അപ്പോൾ ഡിഗ്രി 3 വർഷം തന്നെയാണ്. പക്ഷേ അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയ കോഴ്സൊക്കെ നല്ല പഠിച്ച് മുന്നേറി പോകുന്നവർക്ക്, ഉദാഹരണത്തിന് PhD ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ള ആളുകൾക്ക്, റിസർച്ച് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് ഒരു 2.5 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ PhD ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമാണുള്ളത്. അതൊക്കെ നിങ്ങൾ മറന്നു കഴിഞ്ഞേക്കുക. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡിഗ്രി വേണം. അതെന്തിനാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ഏതൊരു കമ്പനിയിൽ നമുക്കൊരു ജോലി കിട്ടാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. അത് ജോലി എന്ന് മാത്രമല്ല, മാന്യമായിട്ടുള്ള ശമ്പളം കിട്ടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടിയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. സ്കില്ല് നിർബന്ധമായിട്ട് വേണം. ഞാൻ സ്കില്ലിനെതിരൊന്നുമല്ല. ഞങ്ങളെ കമ്പനിയിൽ ഏകദേശം 10-40 ആളുകൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഡിഗ്രി പാസ്സായ ആളുകളാണ്. 1-2 പേരൊക്കെ ആയിരിക്കും അത്തരത്തിൽ ഡിഗ്രി കഴിയാത്തവർ സെയിൽസിലോ മാർക്കറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും അവർ ഡിഗ്രി ഡൂയിങ് ആയിരിക്കും. ഡിഗ്രി ഒരു ബേസിക് ക്വാളിഫിക്കേഷനാണ് എല്ലാ കമ്പനികളിലും. അപ്പോൾ പ്രധാനപ്പെട്ട ഫാക്ടർ അത് തന്നെയാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ആഡ് ഓൺ കോഴ്സോ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്ലോമകൾ ചെയ്യാം. ഇപ്പോൾ BBA കഴിഞ്ഞതിന് ശേഷം എയർപോർട്ട് മാനേജ്മെൻറ്റിൽ നിങ്ങൾക്കൊരു ഡിപ്ലോമ ചെയ്താൽ മതി. 2 വർഷത്തെയോ 1 വർഷത്തെയോ ഡിപ്ലോമ ചെയ്താൽ മതി. പക്ഷേ ആദ്യം പോയിട്ട് നിങ്ങൾ ഈ BBA ചെയ്യാതെ പോയിട്ട് ഡിപ്ലോമ ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഡിഗ്രിക്ക് പോകുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് സാലറിയുടെ സ്കെയിലിനെ ബാധിക്കും, ലോങ് ടേമിൽ ബാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഗൾഫിൽ പോയിട്ട് ഒരു വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും താഴ്ന്ന രൂപത്തിലുള്ള മീൻസ് വലിയൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലാത്ത വിസകളായിരിക്കും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ വിസ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇതൊക്കെ വലിയ പ്രയാസം നിങ്ങൾ 10, 25, 30 വയസ്സാകുമ്പോഴായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്കതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ഇപ്പോൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയി ഒരു ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുക. അത് ഇന്ന ഡിഗ്രി എന്നൊന്നും ഇല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ ഏത് ഡിഗ്രി പഠിച്ചാലും ജോലി സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഏതെങ്കിലും ഒരു സ്കില്ല് പഠിക്കേണ്ടി വരും. ഇനി അത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് കോഴ്സുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. യൂഡമിയിലും അതുപോലെ തന്നെ കോഴ്സറിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സ്കില്ല് വേണമെങ്കിലും ഓൺലൈനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് റെഗുലറായിട്ട് അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ട് അത് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ജീവിതത്തിലെടുക്കുന്ന വലിയ മണ്ടത്തരമായിരിക്കും. ഇനി അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ തന്നെ കേൾക്കുന്നവർ തന്നെ അവരൊരു 10-28 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ അവർ ഡിഗ്രി ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു അവസരത്തിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങളോട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. അന്ന് കള്ളത്തരത്തിൽ ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് അന്നത് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ലൈഫ് സെറ്റിലാവാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, പുറകിലേക്കൊരു ചിന്ത പോകാതിരിക്കുക ഏറ്റവും നല്ലത്. നല്ല ക്യാമ്പസ് ലൈഫും കിട്ടില്ലേ? നിങ്ങൾ +2 അനുഭവിച്ചേക്കാൾ കൂടുതലായിട്ട് നല്ല ക്യാമ്പസിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലൈഫ് എല്ലാ കോളേജുകളിലും. ഇപ്പോൾ വൈബ് എന്ന് പറഞ്ഞാൽ വൈബിൻ്റെ മുകളിൽ വൈബാണ് കോളേജുകൾ. അപ്പോൾ
പിന്നെ നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. കോളേജിനകത്ത് എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുക, നല്ല അടിപൊളിയായിട്ടുള്ള ആളുകളായിട്ട്, വിദ്യാർത്ഥികളായിട്ട്, ഈ നാടിനെ നയിക്കുന്ന ആളുകളായിട്ട് മാറുക. ഫോളോവേഴ്സായിട്ടുള്ള നയിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായി മാറാൻ വേണ്ടി, വേറൊന്നിനു വേണ്ടിയല്ല, ഈ നാടിനെ നയിക്കാൻ കഴിയുന്ന ഈ പുതിയ തലമുറനെ, പുതിയ സമൂഹത്തിനൊക്കെ നയിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോയിട്ട് ഡിഗ്രി ചെയ്യുക. അപ്പോൾ ഒരു 3 വർഷം കോളേജിൽ പോയി അടിച്ച് പൊളിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. എന്നിട്ട് നല്ല ഓപ്പണായിട്ടുള്ള മൈൻഡുള്ള സമൂഹത്തോടുകൂടി ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ കഴിയുന്ന നല്ല അടിപൊളി സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി മനുഷ്യന്മാരായിട്ട് മാറുക. അപ്പോൾ എല്ലാവരും പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും അനിയത്തിമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഏത് സീറ്റ്, ഇഷ്ടം പോലെ സീറ്റ് ഒഴിവ് കിടപ്പുണ്ട്. നിങ്ങൾ ഇന്ന സീറ്റൊന്നുമില്ല, എല്ലാവരും BCA പോകണമെന്നില്ല. ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവസരമുണ്ട്. ആ കോഴ്സിൻ്റെ അവസരം ChatGPTയോ അല്ലെങ്കിൽ ഗ്രോക്കോ ഇനി അതല്ല ജെമിനിയോ ഈ പറയുന്ന AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് സീറ്റ് ഒഴിവുള്ള ഒരു നിങ്ങൾക്ക് പഠിക്കാൻ കാശില്ല, ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ സീറ്റ് ഏതിനാ ഒഴിവെന്ന് വെച്ചാൽ അതിന് അപ്ലൈ ചെയ്തിട്ട് അതിന് ജോയിൻ ചെയ്തോളൂ. ഡിഗ്രി കിട്ടുകയും ചെയ്യും. ഇനി FIUGPനകത്ത് ഒരുപാട് സ്വിച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്വിച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BA മലയാളത്തിന് ചേർന്ന ഒരു സ്റ്റുഡൻറ്റിന് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പ്രോഗ്രാമിനകത്തേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. മൈനറായിട്ട് പല കോഴ്സുകൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ചോയ്സുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ബസ്സിൽ കയറുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബസ് എടുക്കാൻ നിൽക്കുകയാണ്, ആ ബസ്സിനകത്തേക്ക് ഓടി കയറുക. ഡിഗ്രി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ബസ് ഇപ്പോൾ എടുക്കും, ആ ബസ്സിനകത്ത് പോയിട്ട് ഒരു സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക. പിന്നീട് വരുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. ആ കോഴ്സിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടും നിങ്ങൾ എവിടെ എത്തുന്നുള്ളതിനെ പറ്റിയൊക്കെ പിന്നീട് ചിന്തിക്കാം. അപ്പോൾ എല്ലാവരും ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും കൂടെയാണ് കോഴ്സ്. ഞാൻ +2 കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്ക് പോയത്. ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് MCAക്ക് പോയത്. അപ്പോൾ ഞാനങ്ങനെ കരിയറിൽ കുറേ ബ്രേക്ക് എടുത്തിട്ട് ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ട് പോയിട്ട് കോഴ്സ് ഡിഗ്രിയും PhD ഒക്കെ ചെയ്ത ആളാണ്. അപ്പോൾ അത് ആ ഒരു വർഷം 1-2 വർഷം നിങ്ങൾക്ക് കളയാനുള്ള ഒരു അവസരം ഉണ്ടാവരുതെന്ന് കൂടിയിട്ടാണ്. 1 വർഷം കളഞ്ഞിട്ട് ജീവിതത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ട് പോകുന്നവരുണ്ട്. ഒരു പക്ഷേ എൻ്റെ വോയിസ് ചിലപ്പോൾ അവരൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ അത്തരത്തിലുള്ളൊരു ഘട്ടം വരാതിരിക്കട്ടെ. ആ വരുന്നതിന് മുമ്പ് എൻ്റെ ഈ വോയിസ് നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ അതിൽ പരം സന്തോഷം മറ്റെന്താണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.